തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുലിഖിതം നമ്മോട് എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്? എന്തെന്നാൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ആത്മീയ വിചാരത്തിൻ്റെ വഴികളെ ആഴത്തിൽ ഹൃദയത്തിൽ പതിപ്പിക്കണേ. നിത്യജീവൻ നേടാൻ വേണ്ടിയിട്ട് രക്ഷകനായി തമ്പുരാന് നൽകിയ ദൈവമേ, നിനക്ക് സ്തുതിയും ആരാധനയും. രക്ഷ സ്വന്തമാക്കുവാൻ തക്കവിധം രക്ഷയാകുന്ന ടാർഗറ്റിലേക്ക് ജീവിതത്തെ ചേർത്തു വയ്ക്കാൻ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം തരണമേ. അമ്മേ മാതാവേ, പ്രാർത്ഥിക്കണേ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ ടാർഗറ്റ് നിത്യജീവനാണ് എന്ന് തമ്പുരാൻ ഓർമ്മപ്പെടുത്തുക. ഒരു വിശ്വാസികളുടെ ജീവിതം അടിസ്ഥാനപരമായിട്ടു ലക്ഷ്യം വെക്കേണ്ടത് നിത്യജീവനാണ് എന്നും നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നിലപാടുകളെടുക്കുന്ന ഒരു വ്യക്തി ചേർത്ത് പിടിക്കേണ്ടത് ക്രിസ്തുവിന് രക്ഷകനും നാഥനുമായിട്ടാണ് എന്നും വചനം നമ്മെ പഠിപ്പിക്കുക. ഒരുപക്ഷെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ കേന്ദ്രം, പഠനങ്ങളുടെ കോർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ആത്മീയ സത്യമാണ് ഈ തിരുവചനത്തിനകത്ത് വിശുദ്ധ ഗ്രന്ഥകാരൻ കുറിച്ച് വച്ചിരിക്കുന്നത്. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ, ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഇടപെടുന്ന അനുഭവങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനിണങ്ങുന്ന വിധം നിത്യജീവൻ എന്ന് പറയുന്ന ടാർഗറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ലക്ഷ്യമില്ലാത്തവരെ പോലെയല്ല ഞങ്ങൾ ഓടുന്നത്. പൗലോസ്ലീഹ പറയും, ഞങ്ങൾ ലക്ഷ്യമുള്ളവരെ പോലെ ഓടുകയാണ്. ഈ ഓട്ടം വിജയകരമായിട്ട് തമ്പുരാൻ്റെ കിരീടം നേടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്, ചുമ്മാ ഒരു ഓട്ടമൊന്നുമല്ല. അപ്പോൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മളിങ്ങനെ ചുമ്മാ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അങ്ങനെയല്ല. തമ്പുരാൻ കൃത്യമായിട്ട് പറയുകയാണ്, ഇതൊരു പ്രത്യേകമായ വിളിയാണ്. ദൈവം നൽകിയ ഈ വിളിയെ വിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ്റെ മനസ്സോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തേ. ഓരോ ജീവിതവും ജീവിതാന്തസ്സും ഒരു വിളിയാണ്. സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും ഏകസ്ഥ ജീവിതത്തിലേക്കും കുടുംബ ജീവിതത്തിലേക്കുമൊക്കെയുള്ള ദൈവവിളികൾ ദൈവം തന്നിട്ട് ഓരോരുത്തരോടും പറയാണ്, നിൻ്റെ ജീവിതത്തിൻ്റെ വിളിയുടെ വഴിത്താരയിലൂടെ സഞ്ചരിച്ച് എത്തേണ്ടത് നിത്യ ജീവൻ എന്ന് പറയുന്ന ടാർഗറ്റിലാണ്. ഈ സഞ്ചാരപഥത്തിൽ ക്രിസ്തു കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പലപ്പോഴും സുവിശേഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തു കൂടെയില്ലാത്ത ജീവിതത്തിൻ്റെ യാത്രാനുഭവങ്ങളൊക്കെ ഒരു പരാജയത്തിൻ്റെ, സങ്കടത്തിൻ്റെ, നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളാണ്. എമ്മാവൂസിൻ്റെ അനുഭവത്തിൽ ലൂക്കാസ് സുവിശേഷം 24 വളരെ വ്യക്തതയോടുകൂടിയിട്ട് അവരിങ്ങനെ 60 സ്ഥാഡിയോൺ അകലെയുള്ള എമ്മാവൂസിനെ ലക്ഷ്യമാക്കിയിട്ട് ഈ രക്ഷാകര ചരിത്രങ്ങളെ മുഴുവനും അതിമനോഹരമായിട്ട് ചേർത്ത് പിടിച്ച് അനുഗ്രഹമാക്കുന്ന ആ ജെറുസലേമിൻ്റെ പുണ്യാനുഭവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്തോറും മുഖം മ്ലാനമാവുകയും വാദിക്കുക, തർക്കിക്കുക, അങ്ങനെ ജീവിതത്തിൻ്റെ കണ്ണുകൾ മൂടപ്പെടുക, ഹൃദയം മന്ദീഭവിക്കുക, ഒരു അടിസ്ഥാനപരമായിട്ടൊരു വിശ്വാസിയുടെ ജീവിതത്തിന് സംഭവിക്കാവുന്ന ദുരന്തങ്ങളുടെ മുഴുവൻ അനുഭവങ്ങളിലൂടെയും ശിഷ്യർ കടന്നു പോവുകയാണ്. ആ 2 ശിഷ്യർ സത്യം പറഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്യുകയോ നാടുവിട്ടു പോവുകയോ എന്തെങ്കിലുമൊക്കെയാണ് പിന്നെ പരിഹാരമാർഗം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിനും അവിശ്വാസിയുടെ ജീവിതത്തിനും പ്രകടമായിട്ടുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റും. വിശ്വാസി തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവൻ ദൈവത്തിലേക്ക് തിരിയാനായിട്ട് അവൻ്റെ ഫോക്കസ്, അന്നോളം അവൻ്റെ ഫോക്കസ് സമ്പത്തിലും കണക്ക് കൂട്ടലിലും കൂടപ്പുറപ്പുകളിലും ചുറ്റുപാടിലുമൊക്കെ ആയിരുന്നെങ്കിൽ അവൻ പതിയെ 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 അവൻ്റെ ക്യാമറ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചിട്ട് ദൈവത്തിലേക്ക് നോക്കാനായിട്ട് തീരുമാനമെടുത്ത് ഈ പ്രതിസന്ധികളെ മുഴുവനും അനുഗ്രഹത്തോട് കൂടിയിട്ട് അതിജീവിക്കും. റോസ് കെന്നഡി എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ അമ്മ, 9 മക്കളുണ്ടായിരുന്നു ഈ അമ്മയ്ക്ക്. ഒരു കുഞ്ഞ് ജന്മനാ തന്നെ ബുദ്ധിമാന്യത്തിൻ്റെ ആ അനുഭവത്തിലൂടെ കടന്നുപോയൊരു കുഞ്ഞാണ്. ഒരുപാട് ഭാരം ആ കുഞ്ഞിനോട് ബന്ധപ്പെട്ട് ഈ അമ്മയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നു.
മക്കളിൽ വേറെ 3 പേര് വിമാനാപകടത്തിലും വെടിയേറ്റുമൊക്കെ മരിക്കേണ്ട വിധം ജീവിതത്തിൽ വലിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയിട്ടും എത്തുമ്പോഴുമായിട്ട് അനർത്ഥങ്ങളും അപകടങ്ങളും ദുരന്തങ്ങളും അനുഭവിക്കുകയാണ്. ഏതു ജീവിതവും തളർന്നു പോകാൻ സാധ്യതയുള്ള 9 മക്കളിൽ 4 പേരുടെ ജീവിതം ഇങ്ങനെ സഹനാനുഭവങ്ങളുടെ ഒരു പ്രളയക്കെടുതിയിൽ കടന്നുപോയപ്പോഴും വലിയ കുത്തൊഴുക്കിലൂടെ കടന്നുപോയപ്പോഴും ഈ അമ്മ ജീവിതത്തിൽ പരാജയപ്പെട്ടില്ലെന്ന് മാത്രമല്ല, വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച് 104-ാമത്തെ വയസ്സ് വരെ അനുഗ്രഹത്തോടുകൂടെ ജീവിച്ച് കടന്നു പോവുകയാണ്. എന്നും ഈ അമ്മ തൻ്റെ മക്കളോട് ചേർത്ത് പിടിച്ച് പറഞ്ഞിരുന്നത്, ജീവിതത്തിൽ ഏതു പ്രതിസന്ധി ഉണ്ടായാലും വിട്ടുപിരിയാതെ ബലത്തോടുകൂടെ ഉറപ്പോടുകൂടെ കൊണ്ടു നടക്കേണ്ടത് വിശ്വാസമാണ് എന്ന് ഈ അമ്മ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ അമ്മയുടെ ജീവിതത്തിൻ്റെ മരണവിനായിക കഴിഞ്ഞ് മൃതസംസ്കാരത്തോട് ബന്ധപ്പെടുത്തി ഇളയ മകൻ തൻ്റെ അമ്മയുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ കുറിപ്പുകളിൽ ഏറെ ഊന്നലോടുകൂടെ പറഞ്ഞൊരു കാര്യം, അമ്മ ഞങ്ങളുടെ ജീവിതത്തിന് നൽകിയ ഏറ്റവും വലിയ നിധി നിക്ഷേപം ഈ വിശ്വാസത്തിലൂന്നിയ ഒരു ജീവിതമായിരുന്നു. നിത്യരക്ഷയെ, നിത്യജീവനെ സ്വന്തമാക്കാനുള്ള രക്ഷകനോട് ചേർന്നുള്ളൊരു പ്രയാണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു എന്നാണ് ഇളയ മകൻ അമ്മയുടെ മൃതസംസ്കാരത്തോട് ബന്ധപ്പെടുത്തിയ പ്രസംഗത്തിൽ പങ്കുവച്ചത്. ആത്മകഥയിൽ ഈ റോസ് കെന്നഡി എന്ന് പറയുന്ന അനുഗ്രഹീതയായ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മുമ്പിൽ സമ്പത്തോ സൗകര്യമോ സൗന്ദര്യമോ കഴിവുകളോ ലോകത്തിലെ സ്ഥാനമാനങ്ങളോ എന്തു വെച്ചു നീട്ടിയാലും ഞാൻ അവയൊക്കെ മാറ്റിവെച്ചിട്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഇഷ്ടപ്പെടുക. വീണ്ടും ആധുനിക കാലഘട്ടത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ അമ്മ പറയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലൊരിക്കലും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല. അമേരിക്കയുടെ വലിയ ഔന്നത്യത്തിൻ്റെ നിലയിൽ നിന്ന ഒരു കുടുംബത്തിലെ ഒരു പ്രസിഡൻ്റായ മകൻ്റെ അമ്മ പറയാണ്, ഞാൻ ഈ ലോകത്തിൻ്റെ ഇത്തരം പ്രലോഭന വഴികളെ മുഴുവനും അതിജീവിച്ചതിൻ്റെ പുറകിലെ ബലം ക്രിസ്തുവിനെ കൺമുൻപിൽ കണ്ടു, തീർന്നില്ല, വിശ്വാസത്തെ മുറുകെ പിടിച്ചു, നിത്യജീവൻ എന്ന പരമലക്ഷ്യത്തെ ജീവിതത്തിൽ കുറവ് കൂടാതെ ഞാൻ ജീവിച്ചു കടന്നുപോയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലമായിട്ടും അനുഗ്രഹമായിട്ടും മാറിയത്. അതുകൊണ്ട് രക്ഷ നമ്മുടെ ജീവിതത്തിൽ രക്ഷയാൽ, അതുകൊണ്ടാണ് തിരുവചനം റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം തിരുലിഖിതങ്ങൾ ഓർമ്മപ്പെടുത്തും, രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചും അടുത്തെത്തിയിരിക്കുന്നു, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, അതിനാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ വെടിഞ്ഞ് നമ്മൾക്ക് പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാം. എണ്ണിച്ചുട്ട അപ്പം പോലുള്ള ആയുസ്സിനെ രക്ഷ എന്ന് പറയുന്ന ടാർഗറ്റിനിണങ്ങുന്ന വിധത്തിലൊന്ന് പുനർനിർവചിച്ചേ, ഒന്ന് പുനഃക്രമീകരിച്ചേ. നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ജീവിച്ച് കടന്നു പോകുകയാണ്, ഒഴുക്കിനൊത്ത് ജീവിച്ച് കടന്നു പോകുന്നവർ. ഈ ഒഴുക്കിനൊത്ത് ജീവിച്ച് കടന്നു പോകുന്നവർക്ക് ഈ പ്രപഞ്ചത്തിൽ ഒന്നും ചെയ്യാനില്ല. പുല്ലറിയാതെ നടക്കുകയും പുഴയറിയാതെ കുളിക്കുകയും ആരുടെയും ജീവിതത്തിന് തെല്ലും ഭാരമാകാതെ വെറുതെ കടന്നു പോവുകയും ചെയ്യുന്ന ചില ജീവിതങ്ങൾ. എന്നാൽ ചില ജീവിതങ്ങളൊക്കെ ഇങ്ങനെ തങ്ങളുടെ വ്യക്തിമുദ്ര കാലത്തിൻ്റെ ചിത്രത്തിൽ, കാലത്തിൻ്റെ ക്യാൻവാസിൽ മനോഹരങ്ങളായി ചിത്രങ്ങളായി പതിപ്പിച്ച് കടന്നു പോകുന്നവരാ. നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മുടെ ജീവിതത്തെ ഓർമ്മിക്കാൻ തക്ക വിധം എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ജീവിതത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ? ഒരു സത്യം തിരിച്ചറിഞ്ഞു, മക്കൾക്കും പങ്കാളിക്കും കൊടുത്തതൊക്കെ ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കപ്പെടുമെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണ ഒരു പാപമൊന്നുമല്ല, അതുകൊണ്ട് ഉപസാരത്തിൽ പറയണ്ട. ഓർക്കണേ, അതായത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം, നമ്മളിങ്ങനെ കണക്കുകൂട്ടലുകളിൽ സ്വരുക്കൂട്ടലുകളിൽ രക്ഷയെ അവഗണിച്ചും നിത്യജീവനെ ടാർഗറ്റായി വെക്കാതെയും ഈ പ്രപഞ്ചത്തിൽ കൂട്ടിവെച്ചതൊക്കെയും രക്ഷാകരമായ വഴിയുടെ ജീവിതത്തിൽ അനുഭവങ്ങളായിരുന്നില്ല, അനുഗ്രഹമായിരുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പം ജീവിതത്തെ നമ്മൾ കുറേയും കൂടെ നിഷ്ഠയോടുകൂടെ ഇട്ട് പുനർവായനയ്ക്ക്, പുനർവിചിന്തനത്തിന് വിധേയപ്പെടുത്തും. അവിടെ നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ വെച്ച് കഴിയും. അതാണ് തിരുവചനങ്ങൾ പറയുക, നന്മയും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്, ജീവനും മരണവുമുണ്ട്, നീ തെരഞ്ഞെടുക്ക്. ഈ തെരഞ്ഞെടുപ്പിനെ ബഹുമാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ മുൻപിൽ നിത്യജീവൻ്റെ വഴികളും അപകടത്തിൻ്റെ സാധ്യതകളുമൊക്കെ നൽകുമ്പം നീ എന്തു നിലപാട് സ്വീകരിക്കുന്നു? ഗൾഫിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു ജീവിതാനുഭവമുണ്ട്. കൂടെയുള്ള റൂംമേറ്റ്സ് മുഴുവനും മദ്യപിക്കുകയും മോശമായ കാര്യങ്ങൾ കാണുകയും ബ്ലൂ ഫിലിം കാണുകയും ഒക്കെ ചെയ്ത് അതേ റൂമിൽ കഴിയുമ്പോഴും ഞാനിങ്ങനെ എൻ്റെ കിടക്കയിൽ കയറിയിരുന്ന കൊതുകുവലയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് വചനം വായിച്ചതിൻ്റെ ബലം, വചനം വായിച്ചും നന്മ മനസ്സിൽ സൂക്ഷിച്ചും ഇത്തരം വഴിമാറലുകൾക്ക് എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെയും ജീവിച്ചതിൻ്റെ ഒരു കരുത്തൻ്റെ ജീവിതത്തിലുണ്ട്. കാരണം മനസ്സിൽ ഒരു നിത്യജീവൻ്റെ പ്രതീക്ഷയുണ്ട്.
മക്കളെക്കുറിച്ചും പങ്കാളിയെക്കുറിച്ചും ഒരു സ്വപ്നമുണ്ട്. എന്നിലൂടെ എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങേണ്ട അനുഗ്രഹത്തിൻ്റെ വഴികൾ തടസ്സപ്പെടരുത് എന്നൊരു നിഷ്ഠയുടെ നിലപാടുകളുണ്ട്. ചെറുപ്പക്കാരൊക്കെ കാണാനും ജീവിതത്തിലെ വഴിമാറലുകളെക്കുറിച്ച് പറയാനുമൊക്കെ ഇടയാകുമ്പം ഞാൻ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഇത്തരമൊരു നിലപാട് ജീവിതത്തിലുണ്ട് എന്ന് സമ്മതിക്കുന്നു. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കിനൊരു മാർക്കിട്ടാൽ എന്ത് മാർക്കിടാൻ പറ്റും? ചെറുപ്പക്കാർ പലപ്പോഴും വളരെ സ്വാതന്ത്ര്യത്തോടെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അച്ചോ പോക്കാച്ചോ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. അവർക്ക് തന്നെ ജീവിതത്തിൽ പലപ്പോഴും തോന്നുകയാണ് തങ്ങളുടെ ജീവിതം ഈ പോകുന്നത് പോലെ പോയാൽ ഒരു മനുഷ്യനും ഇതുകൊണ്ട് ഉപകാരം കിട്ടില്ല എന്ന് തോന്നിത്തുടങ്ങിയിരിക്കണു. തെല്ല് ഭാരമായിട്ടത് മനസ്സിനെ മതിച്ചിരിക്കണമെന്നർത്ഥം. ഞാൻ മറ്റൊരു ചോദ്യം കൂടെ ചില ചെറുപ്പക്കാരോട് ചോദിക്കാറുണ്ട്. മോനെ, നിനക്കൊരു പെങ്ങളുണ്ടെന്ന് കരുതുക. നിൻ്റെ പെങ്ങൾക്കൊരു വിവാഹാലോചനയുമായി കടന്നു വരുന്ന ചെറുപ്പക്കാരൻ നീ ഇപ്പം പറഞ്ഞ, നീ ചെയ്യുന്നുവെന്ന് പറയുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് എങ്കിൽ നീ അവളെ വിവാഹം കഴിച്ചു കൊടുക്കൂ അവന്? അയ്യോ, അതില്ല. മറ്റൊരു ചോദ്യം കൂടെ. നീ വിവാഹം കഴിക്കാനായിട്ട് ആലോചിക്കുന്ന ചെറുപ്പക്കാരി പെൺകുട്ടിയുടെ ജീവിതത്തിൽ നീ പറഞ്ഞതിനോട് ബദ്ധമായിട്ടുള്ള ഒരുപിടി അപകടത്തിൻ്റെ ശൈലികളുണ്ട്, വഴിമാറലുകളുണ്ട് എന്നറിഞ്ഞാൽ നീ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാവൂ? അയ്യോ, ഒരിക്കലും ഇല്ല. പിന്നെന്തൊരു ജീവിതമാണ്? അവസാനം ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയുണ്ട്. നിന്റെ ജീവിതം കൊണ്ടാണ് നിന്റെ കുടുംബം അനുഗ്രഹമായി മാറാനായിട്ട് ദൈവം തീരുമാനിച്ചത് എന്ന് കരുതുക. നിന്നിലൂടെ അനുഗ്രഹമായി മാറേണ്ട ഒരു ജീവിതമാണ്, രക്ഷപ്പെടേണ്ട ഒരു കുടുംബമാണ് നിൻ്റേതെന്ന് കരുതിക്കൊണ്ട് നീ ജീവിച്ചാൽ ചോദ്യം ഇതാണ്, നിൻ്റെ ഇപ്പോഴത്തെ പോക്ക് വെച്ചാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെടുമോ? ചാടിക്കേറി ഒത്തിരി പേര് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഉറപ്പായിട്ടും ഇല്ലച്ചു, പോക്കാ കാര്യം. തിരിച്ചു വരണം, തിരുത്താൻ തീരുമാനമെടുക്കണം. ജീവിതത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ടാവണം. ലക്ഷ്യം മുൻപിൽ കണ്ട് നല്ല ഓട്ടക്കാരെ പോലെ അനുഗ്രഹത്തോടു കൂടി ഓടാനായിട്ട് ജീവിതത്തിൽ തീരുമാനമെടുക്കണം. ഇപ്പോഴത്തെ ഒരു പുതിയ സംസ്കാരം ഇങ്ങനെ ഉഴപ്പിൻ്റെ സംസ്കാരമാണ്, അലസതയുടെ സംസ്കാരമാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ടും 4-ാം അധ്യായത്തിൽ അലസതയും ചിട്ടയും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് കൃത്യമായിട്ടും ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അഹങ്കാരം വലിയൊരു പാപമാണ് എന്നും അലസത ദാരിദ്ര്യത്തിൻ്റെ മാതാവാണ് എന്നുമൊക്കെ തോബിയാസിനോട് തോബിത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് 4-ാം അധ്യായത്തിൽ. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇന്ന് ഈ അലസതയും അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെ ജീവിതത്തിൻ്റെ എന്തോ ക്രെഡിബിൾ കാറ്റഗറിയുടെ ഭാഗമായി കരുതിക്കൊണ്ട് ജീവിച്ചു പോകുന്ന യൗവനത്തോട് തമ്പുരാൻ പറയാണ്, നിൻ്റെ ജീവിതം നിത്യരക്ഷയെ, നിത്യജീവനെ അവകാശമാക്കാനായിട്ട് പര്യാപ്തമല്ലെങ്കിൽ ഒന്നും വേണ്ട. അടിസ്ഥാനപരമായി നാടിൻ്റെ ക്വാളിറ്റി, ഈ നാടിൻ്റെ ക്വാളിറ്റി, എന്നിലൂടെ എൻ്റെ നാട് അറിയപ്പെടും സൽപ്പേര് കൊണ്ട്, എന്നിലൂടെ എൻ്റെ നാട് ദുഷ്പേര് കൊണ്ടും അറിയപ്പെടും. നമ്മുടെ നാട്ടിലെ പല പ്രത്യേകിച്ചും അവിഹിത ബന്ധങ്ങളും മോശമായ കേസുകളുമൊക്കെ അറിയപ്പെടുന്നത് സ്ഥലത്തോട് ബന്ധപ്പെടുത്തിയിട്ട്. ഇപ്പം വാളയാറ് കേസ് ആ സ്ഥലത്തോട് ബന്ധപ്പെടുത്തി അറിയണേ. പണ്ടത്തെ സൂര്യനെല്ലിയും അതുപോലെ വിതുരായും ഒക്കെ പല വിധത്തിലും അറിയപ്പെടുന്നത് ഒരു നല്ല പ്രവൃത്തിയുടെ പേരിലല്ല, ഒരു മോശമായ പ്രവൃത്തിയുടെ പേരിൽ. അതുകൊണ്ടാണ് തമ്പുരാൻ്റെ ചോദ്യം, മോനെ മോളെ, നിൻ്റെയും എൻ്റെയും ജീവിതം സൽപ്പേര് കൊണ്ടറിയണമെങ്കിൽ അനുഗ്രഹത്തിൻ്റെ പേരിൽ ഉൽപ്പത്തി 12:2 അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമാണ്, നിന്നിലൂടെ ജനതകൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ നാമം ഞാൻ മഹത്തമമാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അങ്ങനെയൊരു തീരുമാനം സ്വർഗം അബ്രാഹത്തിന് വേണ്ടി എടുക്കാൻ കാരണം അബ്രാഹം ദൈവം കാണിച്ച വഴിയിലൂടെ നിത്യജീവനെ അവകാശമാക്കിയുള്ള പ്രയാണത്തിലായിരുന്നത് കൊണ്ട് തമ്പുരാൻ പറഞ്ഞ്, ആ ജീവിതത്തെ എനിക്ക് വിടാൻ പറ്റില്ല, അവനെ തൊട്ടാ ഞാൻ നിന്നെ വെച്ചേക്കല. ഇത് ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ച് രക്ഷകനെ കൂട്ടുപിടിച്ച് നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം. നമ്മുടെ തമ്പുരാൻ രക്ഷകനാ പ്രിയപ്പെട്ടവരെ. യെശയ്യാ പ്രവചനം 59:1-2 വചനം പറയുന്നില്ലേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. നമ്മൾ തമ്പുരാനുമായുള്ള ബന്ധത്തിൻ്റെ മേഖലയിൽ വിശ്വാസത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിലെ അകലങ്ങളെ, കുറവുകളെ, പോരായ്മകളെ പരിഹരിച്ചാൽ മതി. ചങ്ക് പൊട്ടിയുകൊണ്ട് തമ്പുരാനെ വിളിച്ചാൽ മതി.
മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 46 മുതൽ തിരുവചനത്തിൽ അന്ധനായ ബർത്തോമയോസിന്റെ ജീവിതം വായിക്കുമ്പം അവിടെ തിരുവചനം പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അവൻ നിലവിളിച്ച് അപേക്ഷിച്ചു. അന്ധനായ ബർത്തോമയോസ് ചുറ്റുപാടുമുള്ളവരൊക്കെ അവനെ നിലവിളിക്കാതിരിക്കാനും ക്രിസ്തുവിൻ്റെ വഴിയെ തടസ്സപ്പെടുത്താതെയും ക്രിസ്തുവിൻ്റെ യാത്രയ്ക്ക് വിഘ്നമാകാതെയും ഇരിക്കാനായിട്ട് വളരെ നിശിതമായ നിലപാട് സ്വീകരിച്ചപ്പോഴും അന്ധനായ ബർത്തോമയോസ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ശക്തമായിട്ട് ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ എന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരുന്നുവെന്ന് മർക്കോസ് സുവിശേഷം എഴുതി വച്ചിരിക്കുകയാണ്. രക്ഷ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംലഭ്യമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം രക്ഷകനാണ് എന്ന് ദൈവത്തെ രക്ഷകനും നാഥനും കർത്താവും പരിപാലകനുമായിട്ട് ജീവിതത്തിൽ പ്രതിഷ്ഠിക്കണം. അതുകൊണ്ട് തന്നെ യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ കളവൻ്റെ ഉടയവനെ അറിയും, കഴുതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയും, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. തമ്പുരാൻ പറയാണ്, തമ്പുരാൻ രക്ഷകനാണെന്നും രക്ഷ എൻ്റെ ജീവിതത്തിൽ തമ്പുരാനിലൂടെ സാധ്യമാണെന്നുമുള്ള അവബോധങ്ങളെ ഒന്ന് ആഴപ്പെടുത്താനായിട്ട് തീരുമാനിച്ചാൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാകാൻ തുടങ്ങും. പല ആളുകൾക്കും ദൈവം രക്ഷിക്കുമോ എന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് മലയാറ്റൂർക്ക് പോകുന്നവൻ്റെ കയ്യിലും നേർച്ച കൊടുക്കും, ഇനി ശബരിമലയ്ക്ക് പോകുന്നവൻ്റെ കയ്യിലും നേർച്ച കൊടുക്കും, മക്കയിൽ പോകുന്നവൻ്റെ കയ്യിലും നേർച്ച കൊടുക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ഈ വിശ്വാസം രക്ഷയാണ് എന്നും ഇതിലൂടെ മാത്രമേ എനിക്ക് രക്ഷ സാധ്യമാകൂ എന്നും ഏറ്റുപറയാൻ കഴിയുന്ന ചങ്കുറപ്പിൻ്റെ ബലമുണ്ടോ? നമ്മുടെ വിശ്വാസത്തെ ഒരു പാഴ്വേലയായിട്ടൊന്നും കാണേണ്ടതില്ല, ഒരു നേരം പോക്കൊന്നുമല്ല. തമ്പുരാൻ നമുക്ക് വേണ്ടി മരിച്ചതും, അത് തിരുവചനം പറഞ്ഞ് എന്നെ പ്രതി, എന്നോടുള്ള സ്നേഹത്തെ പ്രതി മരിച്ചവൻ്റെ ഓർമ്മയുടെ ആ അനുഗ്രഹത്തെ പേറുന്നവരാണ്. കുരിശിലൂടെ നമ്മൾ പറയണത്, ക്രിസ്തുവേ നിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണേ. ബാഹ്യമാനങ്ങളല്ല, ആന്തരികമാനങ്ങളിൽ പതിയപ്പെടേണ്ട ക്രിസ്തു ജീവിതത്തിൻ്റെ ചിത്രങ്ങളുമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തിൽ നിന്നും വഴിമാറി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസ വഴിയിൽ നിന്നും വഴിതെറ്റിപ്പോകുന്ന ജീവിതങ്ങളൊക്കെ കടന്നു പോകുന്നത് ചിന്തനീയമല്ലാത്ത വിധമുള്ള ഭയത്തിൻ്റെ, ആകുലതയുടെ, നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. എന്തിനോടും ഏതിനോടും ഭയമുള്ളൊരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം വിശ്വാസമില്ല, പക്ഷെ ഒടുക്കത്തെ പേടിയാണ്, എല്ലാം പേടിയാണ്. ചെറിയൊരു തുമ്മൽ വന്നാൽ പേടിയാണ്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പേടിയാണ്. ഞാൻ അവസാനം പറഞ്ഞു കൊടുത്തു, സഹോദര, വിശ്വാസം എന്ന് പറയണത് ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ നനച്ച് നട്ടു വളർത്താനായിട്ട് ദൈവം അനുവദിച്ച അനുഗ്രഹത്തിൻ്റെ നദി പോലെ ആയിരുന്നു. അതിനെ നീ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ആ ഊഷ്മളതയുടെ, ഉണർവിൻ്റെ, അനുഭവത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ സാധ്യതകളൊക്കെ അടഞ്ഞതുകൊണ്ട് തൊട്ടതും പിടിച്ചതും ഒക്കെ പേടിയായിരിക്കും. വലിയ ഭയത്തിലാണ് ജീവിക്കുന്നത് ഒരുപാട് പേര്. അതുകൊണ്ടാണ് ഒരു വിശ്വാസത്തിൽ നിന്നും അപഭ്രംശമുണ്ടായാൽ മറ്റേതെങ്കിലുമൊക്കെ വിശ്വാസത്തിലേക്ക് പോവുക, മാത്രമല്ല മറ്റു മത സൗഹൃദ വിശ്വാസ വഴിയിലൂടെ ജീവിച്ച് അപകടപ്പെട്ടാൽ ജീവിതത്തിൽ വലിയ ദുരന്തമായിട്ടത് പരിസമാപ്തിയിലെത്തും. ഒരു മാറ്റവുമില്ല. തിരുവചനങ്ങൾ കൃത്യതയോട് തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ തിരുവചനത്തിൽ നമ്മളത് കൃത്യമായും വായിക്കുന്നു. നിന്റെ ഗണത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ, നിന്റെ ഗോത്രത്തിൽപ്പെട്ടവനെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാനൊക്കെ കൃത്യമായിട്ടും തിരുവചനങ്ങൾ പറയുന്നുണ്ട്. ഏതു മതത്തിലാണോ നീ വിശ്വസിക്കുക ആ മതം നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നീ ക്രിസ്തീയ മതവിശ്വാസിയാണ് എങ്കിൽ ക്രിസ്ത്യാനിയുടെ ഗണത്തിൽ നിന്ന് വിശ്വാസമുള്ള വ്യക്തിയെ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളറിയാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ അന്തർധാരയായിട്ട് ഒഴുകുന്ന ഈ രക്ഷകൻ്റെ അനുഭവങ്ങൾ, മാമോദീസ മുതൽ ജീവിതത്തിൽ കിട്ടിയ നിക്ഷേപത്തിൻ്റെ, ആത്മീയതയുടെ സ്വാധീനം ജീവിതത്തെ അപകടപ്പെടുത്തും. എനിക്കറിയാം ഒരു ചെറുപ്പക്കാരിയുടെ ജീവിതക്കുറിപ്പ്. ആ ചെറുപ്പക്കാരി പ്രണയക്കുരുക്കിൽപ്പെട്ട് ഒരു ഹൈന്ദവ ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുന്നു. നല്ല മിടുക്കനായ ചെറുപ്പക്കാരനാണ്. പ്രത്യക്ഷത്തിൽ അവനെക്കുറിച്ച് ഒരു കുറ്റവും നമുക്ക് പറയാനായിട്ടില്ല. പക്ഷേ ഇവൾ നല്ല വിശ്വാസമുള്ള ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നു. ഇടവകപ്പള്ളിയുടെ നേരെ മുമ്പിൽ വീടുള്ള, പള്ളിയോടും വിശ്വാസ ജീവിതത്തോടും വലിയ ആത്മബന്ധമുള്ള, ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി പ്രതിഷ്ഠിച്ച, ക്രിസ്തു ജീവിതത്തിൻ്റെ സകല ആത്മീയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കി വളർന്നു വലുതായ ഒരു പശ്ചാത്തലമുള്ള കുടുംബത്തിലെ മകളാണ്. ഇങ്ങനെ പോയി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പം അവൾക്ക് വലിയൊരു മാനസിക വിഭ്രാന്തി പോലത്തെ അനുഭവത്തിലൂടെ അവൾ കടന്നു പോകുന്നു. പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ തൊട്ടടുത്ത് അവർ താമസിക്കുന്ന എറണാകുളത്ത് അവിടുത്തെ ഒരു പള്ളിയിലെ മണിയടി കേൾക്കുമ്പോഴത്തേക്കും ഇവൾക്ക് വലിയ ഒരു മാനസിക അസ്വാരസ്യം. അവസാനം പ്രാർത്ഥിക്കാനായിട്ടൊക്കെ കൊണ്ടുവന്നപ്പം തമ്പുരാൻ പറഞ്ഞു തന്നതും അവളിൽ നിന്ന് കേൾക്കാനിടയായതുമായ സംഭവം ഇങ്ങനെയാണ്.
പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിട്ട് കാര്യത്തിലേക്ക് കടക്കാം. അവൾ ഇടവകപ്പള്ളിയുടെ നേരെ മുമ്പിലെ വീട്ടിലായിരുന്നത് കൊണ്ട് ഇടവകപ്പള്ളിയിൽ കുരിശുമണി അടിക്കുമ്പോൾ ഈ കുഞ്ഞ് ഈ സഹോദരി 10-24 വയസ്സ് പ്രായമുണ്ട് കാണാൻ വരുമ്പം, അവൾ അമ്മയുടെ ഒക്കത്തിരുന്ന് പോലും ഇടവകപ്പള്ളിയിലെ ഈ കുരിശുമണി അടിക്കുമ്പം അവിടെയുള്ള കൽവിളക്കിൽ വിളക്ക് കത്തിക്കാൻ പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് മുതിർന്നപ്പം അവൾ തന്നെ പോയിട്ട് ഇടവകപ്പള്ളിയിലെ കൽവിളക്കിൽ കൽക്കുരിശിൻ്റെ ചുവട്ടിൽ വിളക്ക് കത്തിക്കുന്ന ഒരു ശൈലി അവൾ സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ഇവൾ പോലും അറിയാതെ ഇവളുടെ ജീവിതത്തിലെ പള്ളിമണിയോടും ആ വൈകുന്നേരത്തെ ആ നിമിഷങ്ങളോടുമുള്ള ഒരു ആത്മബന്ധം ഉള്ളിൽ വല്ലാതെ സ്വാധീനമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇടവകപ്പള്ളിയിലെ പള്ളിമണി അടിക്കുമ്പം തൻ്റെ ഉള്ളിലെ ഈ വിശ്വാസം, തൻ്റെ ഉള്ളിലെ രക്ഷകൻ്റെ സാന്നിധ്യം, തൻ്റെ ഉള്ളിലെ നിത്യരക്ഷയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഒരു ഭാരമായിട്ട് മാറുകയും അതവളെ ഭയപ്പെടുത്തുകയും വിഭ്രാന്തിയുടെ വഴിയിലേക്ക് ആ പെൺകുട്ടി മാറാനായിട്ട് ഇടയാവുകയും ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ, ഫാദറെ, എനിക്ക് അവൾക്ക് വിശ്വാസമുള്ളതിന് യാതൊരു വിരോധവും ഇല്ല. അങ്ങനെ ഒരു നിലപാടിലേക്ക് അവൻ എത്തിയിരിക്കുകയാണ്. ഇപ്പം അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്നോട് പങ്കുവച്ചു. ഞാനിപ്പോൾ അവളെ സാധിക്കുന്ന ചൊവ്വാഴ്ചകളിലൊക്കെയും കല്ലൂരുള്ള നൊവേനപ്പള്ളിയിൽ കൊണ്ടുപോയി അന്ന് 2-3 മണിക്കൂർ അവൾ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വന്നാൽ ഈ ഒരു ബുദ്ധിമുട്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. ഞാനത് പറഞ്ഞത്, അല്ലയോ പ്രിയപ്പെട്ട വിശ്വാസി, എന്ന് തിരിച്ചറിയണം. അടിസ്ഥാനപരമായിട്ട് ഓരോ കൂദാസയും അത് മാമോദീസ നിൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുമ്പം ക്രിസ്ത്യാനിയായിട്ട് മാറിക്കൊണ്ട് പിന്നീട് അങ്ങോട്ട് പാപത്തിൻ്റെ വഴിയിലൂടെ നടന്നു കഴിയുമ്പം കുമ്പസാരത്തിലൂടെ അത് പരിഹരിച്ച് ആദ്യ കുർബാനയുടെ സ്വീകരണത്തിലൂടെ വീണ്ടും ആത്മീയതയുടെ ചൈതന്യത്തെ തിരികെ പിടിച്ച് സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ ആത്മാവിൻ്റെ വരദാനങ്ങളും അതിനിണങ്ങുന്ന ഫലങ്ങളുമായി ജീവിച്ച് ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടത്തിൽ വിവാഹവും തിരുപ്പട്ടവും അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അന്തസ്സിലേക്ക് പ്രവേശിച്ച് ഒടുവിൽ മരണനേരത്ത് രോഗീലേപനം സ്വീകരിച്ച്, അപ്പം ഇടപെടാതെ ഇങ്ങനെ പരിശുദ്ധ കത്തോലിക്കാ സഭ നിൻ്റെ വിശ്വാസത്തെ, രക്ഷകൻ്റെ ജീവിതത്തിലൂടെ നീ സ്വന്തമാക്കിയ ക്രിസ്താനുഭവത്തെ, നിത്യജീവൻ എന്ന ടാർഗറ്റിന് വേണ്ടി നീ ചെയ്യുന്ന പ്രവർത്തികളെ ഇങ്ങനെ കരുതലോടുകൂടിയിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ടെന്നറിയണം. ഈ കൊണ്ടുപോകലിനിടയിൽ നീ വഴിമാറുമ്പം, വഴിവിട്ടു പോകുമ്പം ചങ്കുപൊട്ടുന്നൊരു തമ്പുരാനുണ്ട്, വേദനിക്കുന്നൊരു തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ്റെ രക്ഷയിലേക്ക് നീ മടങ്ങി വരുവോളം ധൂർത്തൻ്റെ അപ്പൻ കാത്തിരുന്നത് പോലെ പ്രതീക്ഷയുടെ വാതിൽ തുറന്ന് കാത്തിരിക്കുന്നൊരു തമ്പുരാൻ എന്നോടും നിങ്ങളോടും ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഏകജാതന നൽകി നമ്മളെ സ്നേഹിച്ച, അത്രമാത്രം നമ്മളെ സ്നേഹിച്ച ഒരു ദൈവം, ആ ദൈവസന്നിധിയിലേക്ക് മടങ്ങാം. ആ ദൈവിക അനുഭവം സ്വന്തമാക്കാം, വിശ്വസിക്കാം. വിശ്വാസത്തിൻ്റെ പ്രതിസന്ധികളിൽ അനുഗ്രഹത്തോടുകൂടെ അതിജീവിക്കാൻ വേണ്ടി ബലം നേടിയെടുക്കാം. രക്ഷ, ക്രിസ്തുവിൽ രക്ഷയുണ്ട് എന്ന തിരിച്ചറിവിനെ ആഴത്തിൽ ഹൃദയത്തിൽ പതിപ്പിക്കാം. നിത്യജീവൻ എന്ന ടാർഗറ്റിലേക്ക് ജീവിതത്തെ അനുഗ്രഹത്തോടുകൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഈ വചന ചിന്തകളെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. ഈ ആത്മീയ വിചാരങ്ങളെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ തമ്പുരാൻ്റെ രക്ഷകൻ്റെ അത്ഭുതകരമായ ഇടപെടൽ ഏവർക്കും ഉണ്ടാവട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.